ഹലോ, അങ്കുസ് മോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. എൻ്റെ 2 അസിസ്റ്റൻസ് ഉണ്ട്. ഇത് ചവി കേട്ടോ, ഇത് ആളുടെ ഫ്രണ്ടാണ്, ഇവിടെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരാണ്. അപ്പം ഇത് നമ്മൾ പറയണ്ടല്ലോ ആൽഡ്രി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട, ഇവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. അതെന്താണെന്നല്ലേ, മൽബറി ജാം. ഇത് നമ്മൾ അന്ന് ഞാൻ പറിച്ച പോലത്തെ ഇതല്ല, ഇത് ബ്ലാക്ക് കളറാണ്. എനിക്ക് നല്ല മധുരമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ജാം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഇതുകൊണ്ട് ജാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടേക്കോ പോയി എനിക്ക് മരത്തിൽ നിന്ന് എല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പോയിട്ട് ഇവർ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇവർക്ക് മൽബറി ജാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഞാൻ ഇവർ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ജാം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മൾബറി കഴുകാം. ഓൾറെഡി ഇത് കഴുകി വെച്ചിരുന്ന മൾബറിയാണ്, പിന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഇത് കഴുകും തോറും അതിൻ്റെ കളർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഒരുപാട് പഴുത്ത മൾബറി ആയതുകൊണ്ട് അതിങ്ങനെ ഉടഞ്ഞു പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ഒരു പ്രാവശ്യം കൂടി കഴുകിയിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം വാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മൾബറി മുഴുവനോട് കൂടിയിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടല്ല ചെയ്യുന്നത്, കാരണം അതിൻ്റെ കളറൊക്കെ മാറുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുത്താൽ ഇതുപോലെ തന്നെ കളറ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. മുഴുവനോട് കൂടി ഇടുമ്പോൾ തന്നെ അതിൻ്റെ കുരു ഏകദേശം ഇങ്ങനെ കടിക്കും. അപ്പോൾ അങ്ങനെ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ട് ചെയ്താലും മതി. പക്ഷേ എനിക്കത് ഇങ്ങനെ ഇഷ്ടമാണ്, ബ്രെഡിൻ്റെ ഒപ്പം ആ കുരു കടിക്കുന്നത് എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിള്ളേർക്കും അത് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ജാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൾബറി ഉണ്ടാക്കാനുള്ള കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല. നമ്മുടെ മൾബറി നല്ല ജ്യൂസിയാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. മധുരത്തിനായിട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യാം. പക്ഷെ ഓൾറെഡി മൾബറിക്ക് മധുരം ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ 1 കപ്പ് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഷുഗർ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ മൾബറി ഒന്ന് ഉടച്ച് നന്നായിട്ട് കൊടുക്കുന്നതാണ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും, എന്നാൽ കുഴപ്പമില്ല, നമുക്കതങ്ങ് ചെയ്തെടുക്കാമെന്നേ. ഞാൻ മൾബറി എല്ലാം എൻ്റെ ആ തവി വെച്ച് തന്നെയാട്ടോ ഉടച്ചെടുക്കുന്നത്. മൾബറി വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ജ്യൂസ് നന്നായിട്ട് വരിക കേട്ടോ. ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുക്കളൊക്കെ പുറത്തേക്ക് ചാടും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത് പിന്നെ സെറ്റായിക്കോളും. ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് സെറ്റായിക്കോളും. ഇതെല്ലാം ഉടഞ്ഞ് ജ്യൂസൊക്കെ ആയി ഒന്ന് വറ്റി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു നാരങ്ങയുടെ നീര് ചേർക്കണം കേട്ടോ. അപ്പം അതിനായിട്ട് എൻ്റെ 2 അസിസ്റ്റൻറ്റും നാരങ്ങ മുറിച്ച് നീരെടുക്കുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ 2 പേരും തമ്മിൽ തല്ലാണ്, എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ 2 പേർക്ക് അതങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ 1 പീസ് ഒരാൾക്കും മറ്റേ ആൾക്കും കൊടുത്ത് പ്രശ്നം അങ്ങ് സോൾവ് ആക്കി. ഇത് കുറേ നേരം അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം എൻ്റെ കൈ കഴിച്ചപ്പോൾ ചവി വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കിക്കോളാം ആൻറ്റി ഇത് പറഞ്ഞ്, അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തവി എടുത്ത് അവൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഏകദേശം നമ്മുടെ മൾബറി എല്ലാം ഉടഞ്ഞ് സെറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറും കേട്ടോ, ഒരുപാടല്ല, ഒരു ലേശം ശകലം. അത് കാര്യമാക്കണ്ട. നാരങ്ങ നീര് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത ആൾ എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അവനൊന്ന് ഇളക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തവി വാങ്ങിച്ചിട്ട് അവൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവന് ശരിക്കും ഇളക്കാനൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും ചെയ്യണം കണ്ടപ്പോൾ അവനൊരു ബോധി, അത്രയേ ഉള്ളൂ. ജാം ഉണ്ടാക്കുന്ന പരിപാടി കുറച്ച് സമയം പിടിച്ച പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ കേട്ട് ജാം ഉണ്ടാക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കുറേ നേരമായപ്പോൾ ഉറങ്ങിക്കിടന്ന അങ്കൂസ് എണീറ്റ് വന്ന് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ 2 അസിസ്റ്റൻസും അവളെ കളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ ജാമ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് പാകമായോ എന്നറിയണമെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ജാമ എടുത്ത് വെച്ചിട്ട് പ്ലേറ്റ് നേരെ പിടിച്ച് നോക്കിയാൽ താഴേക്ക് വീഴുന്നില്ല എങ്കിൽ നമ്മുടെ ജാമ ഇവിടെ റെഡിയായി എന്നാണ് അർത്ഥം. എന്നാൽ അത് ആദ്യം ചെയ്തപ്പോൾ നമ്മളുടെ അത് ഫ്ലോപ്പായി പോയിട്ടോ, നേരെ താഴേക്ക് വീണു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് 2ാം പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആവാനുണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ 3-ാം പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൂസ് ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഈ കടായിൽ തന്നെയാണ് ജാം വെക്കുന്നത്. അപ്പോൾ ഈ കടായിൽ നല്ല ചൂടുണ്ട്, അപ്പോൾ കറക്റ്റ് പാകം എത്തും. ഇതാണ് നമ്മൾ ശരിക്കും വേണ്ട പാകം കേട്ടോ. നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ജ്യൂസി ടൈപ്പ് ഉണ്ട്, അത് നമ്മുടെ ആ കടായിൽ നിന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം ഉണ്ടാക്കൽ അടിപൊളിയായിട്ട് വിജയിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. ബ്രെഡിൻ്റെ കൂടെയും അല്ലാതെയും അവരുടെ അടുത്ത് തിന്നുമായിരുന്നു. അങ്കൂസിനാണെന്നുണ്ടെങ്കിൽ അങ്കൂസിന് വെറുതെ തിന്നാനാണ് ഇഷ്ടം, ബ്രെഡിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൽഡ്രിനും ഷെവിക്കും അത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിരുന്നു ഇഷ്ടം. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പം നമ്മുടെ ജാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം ഞാനതൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റാണ്. നമ്മുടെ കോഫി പൗഡറിൻ്റെ കണ്ടെയ്നറാണിത്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി അതിലോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.